ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴിയങ്കടുന്ന സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിലയെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് പണം അടയ്ക്കാനാകാതെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് കാവേരി. ജയബാലനിൽ നിന്നും തോട്ടത്തിന്റെ പണം വാങ്ങിച്ചെടുത്തത് തന്റെ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടതോർത്ത് തകർന്നിരിക്കുകയാണ് വിനീത്. ഈ സമയം കാവേരി അന്വേഷിച്ച് തിരുവനന്തപുരത്തെത്തിയ നിവിനെ കാണുകയും നിവിന്റെ ബൈക്കിൽ ജയബാലൻ വണ്ടി ഇടിപ്പിക്കുകയുമാണ്. ഇതറിയാതെ ആ വഴി വന്ന രാഗിണി ഇത് കാണുകയും നിവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നു. രാത്രി ഉറങ്ങിക്കിടക്കുന്ന നിളയുടെ അരികിലിരിക്കുകയാണ് കാവേരിയും ഗംഗയും ശാരദയും. അവിടേക്ക് വന്ന സിസ്റ്റർ പറയുകയാണ്, എത്രയും പെട്ടെന്ന് പണം അടയ്ക്കണം, പണം അടച്ചാൽ മാത്രമേ ഓപ്പറേഷൻ നടത്താൻ പറ്റൂ. കാവേരി പറയുന്നു, ഉടനെ പണം അടയ്ക്കാം സിസ്റ്റർ. ശരിയെന്ന് പറഞ്ഞ സിസ്റ്റർ അവിടെ നിന്ന് പോകുമ്പോൾ ഗംഗ ചോദിക്കുകയാണ്, പണം അടയ്ക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോടി, ഒന്ന് പറ. അപ്പൊ കാവേരി പറയണ, പണം അടയ്ക്കുന്നതിൽ ഒരു പ്രശ്നമില്ല ഗംഗേച്ചി, പണം എടുക്കുന്നതിലാണ് പ്രശ്നം. ഇന്ന് എങ്ങനെയെങ്കിലും എടുക്കാം. കാവേരി പറയുന്നു, ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലും പണം എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ കാവേരി പുറത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് ശാരദയും ഗംഗയും. തുടർന്ന് കാവേരി മനസ്സിൽ പറയുകയാണ്, ഓപ്പറേഷന് 10 ലക്ഷം രൂപ വേണം, കൂടാതെ ഹോസ്പിറ്റൽ ചെലവ്. ഭഗവാനെ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ സമയം നിവിന്റെ ഒപ്പം ഹോസ്പിറ്റൽ റൂമിൽ ഇരിക്കുകയാണ് രാഗിണി. കാലിലും കയ്യിലും തലയിലും ഒക്കെ മുറിവുണ്ട്. ബെഡിൽ കിടക്കുന്ന നിവിൻ പറയുന്നു, രാഗിണി ഇവിടുന്ന് പോ, അതാ നിനക്ക് നല്ലത്. അപ്പൊ രാഗിണി പറയണ, ഞാനേ നിന്റെ കൂടെ ഇരിക്കൂ, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു. അപ്പൊ നിവിൻ പറയണ, നിന്റെ അച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ആക്സിഡന്റ് ഉണ്ടാകില്ലായിരുന്നു. അച്ഛനിടിച്ച് അപകടപ്പെടുത്തും, മകള് രക്ഷിക്കുന്നതായി അഭിനയിക്കും. എന്റെ കാലൊന്ന് ശരിയാവട്ടെ, അയാൾക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ രാഗിണി പറയണ, നിവിൻ അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അച്ഛൻ നിന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പിന്നാലെ വന്നത്. സത്യമായിട്ടും അച്ഛൻ ഇത് ചെയ്തതിന്റെ പിന്നിൽ ഞാനില്ല. അപ്പൊ നിവിൻ പറയണ, ഞാൻ നിന്നോട് കഥയൊന്നും ചോദിച്ചില്ലല്ലോ, ദയവ് ചെയ്തേ ഇവിടുന്ന് പോകാൻ നോക്ക്. അപ്പൊ രാഗിണി പറയണ, ഇങ്ങനെ ഞാൻ നിന്നെ ഇവിടെ വിട്ടിട്ട് എങ്ങനെ പോവുക? ദേഷ്യത്തോടു കൂടി ഉറക്കെ നിവിൻ പറയുന്നു, പോകാനല്ലേ പറഞ്ഞത്. അപ്പൊ രാഗിണി പറയണ, നിവിൻ നീ എന്തിനെങ്ങനെ ബഹളം വെക്കുന്നത്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അവിടേക്ക് വന്ന സിസ്റ്റർ പറയുകയാണ്, ഭാര്യയും ഭർത്താവും കൂടി വഴക്ക് കൂടുകയാണോ, സ്കാൻ എടുക്കാനുണ്ട് സർ, പോകാം. ഞാൻ വരാന്ന് പറഞ്ഞ് നിവിൻ അവിടെ നിന്ന് എഴുന്നേൽക്കാനായി തുടങ്ങുമ്പോൾ രാഗിണി കയ്യിലേക്ക് പിടിക്കാനായി വരികയാണ്. കൈ തട്ടി മാറ്റിക്കൊണ്ട് നിവിൻ പറയുന്നു, കൈ വിട് രാഗിണി, വീൽ ചെയർ എടുത്തോണ്ട് വരട്ടെ എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ രാഗിണി നിവിനെ താങ്ങി പിടിക്കാനായി വരികയാണ്. വിരൽ ചൂണ്ടി നിവിൻ പറയുന്നു, കൈ ദേഹത്ത് വെക്കരുത്. അപ്പൊ രാഗിണി പറയണ, ചുമ്മാതിരിക്കും നിവിൻ, വെറുതെ വഴക്ക് കൂടാതെ. അപ്പൊ സിസ്റ്റർ പറയണ, നിങ്ങൾ വെറുതെ വഴക്ക് കൂടരുത് സർ, മേഡം എന്ത് സ്നേഹത്തോടു കൂടിയാ പെരുമാറുന്നത്. അപ്പൊ രാഗിണി പറയണ, സിസ്റ്റർ പൊയ്ക്കോ, ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. ശരി മേഡം എന്ന് പറഞ്ഞ സിസ്റ്റർ അവിടെ നിന്ന് പോകുമ്പോൾ പോകാന്ന് പറഞ്ഞ രാഗിണി നിവിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ദേഷ്യത്തോടു കൂടി ഉറക്കെ നിവിൻ പറയുന്നു, കൈ എടുക്ക് രാഗിണി. അപ്പൊ രാഗിണി പറയണ, നിവിൻ ഇത് ഹോസ്പിറ്റലിലാണ്, ബഹളം വെക്കരുത്. അപ്പൊ നിവിൻ പറയണ, ദേ നോക്ക്, ഞാൻ ബഹളം വെക്കരുതെങ്കിൽ നീ പുറത്തു പോ, ഞാൻ പോയാൽ നീ തനിച്ച് എന്ത് ചെയ്യുമെന്ന് രാഗിണി ചോദിക്കുമ്പോൾ നിവിൻ പറയണ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. തുടർന്ന് നിവിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സിസ്റ്റർ മറ്റൊരു സിസ്റ്ററോട് പറയുന്നു, ആ റൂമിലുള്ള ഹസ്ബൻഡും വൈഫും ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും, സ്നേഹം കൊണ്ടുള്ള വഴക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും. കുറച്ചപ്പുറത്തായി നിൽക്കുന്ന കാവേരി അവരെ ശ്രദ്ധിക്കുകയാണ്. ആ സിസ്റ്റർ പറയണ, ആ പെൺകുട്ടിക്ക് ഭർത്താവിനോട് ഭയങ്കര സ്നേഹം, വലിയ ആക്സിഡന്റ് ആണോ എന്ന് കൂടെയുള്ള സിസ്റ്റർ ചോദിക്കുമ്പോൾ ആ സിസ്റ്റർ പറയണ, അല്ല, 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാം, ക്യൂട്ട് ആയിട്ടുണ്ട് അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ. അങ്ങനെ സിസ്റ്റർ അവിടെ നിന്ന് പോകുമ്പോൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നിവിനെ കാണുകയാണ് കാവേരി. നിവിൻ താഴേക്ക് വീഴുമ്പോൾ അയ്യോ നിവിൻ എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വന്ന് നിവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് രാഗിണി. ഇത് കണ്ട് ഞെട്ടി കണ്ണു നിറങ്ങി നിൽക്കുകയാണ് കാവേരി. വാ നിവിൻ എന്ന് പറഞ്ഞ് രാഗിണി നിവിനെ താങ്ങി പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ സിസ്റ്റർ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇവരാ ആ ക്യൂട്ട് കപ്പിൾ, മിസ്റ്റർ നിവിൻ മിസ്സസ് നിവിൻ. കാവേരി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് കാവേരി മനസ്സിൽ പറയുകയാണ്, എനിക്ക് ഇപ്പൊ ഇതൊന്നും നോക്കാൻ നേരമില്ല, എങ്ങനെയെങ്കിലും നിളയുടെ ഓപ്പറേഷനുള്ള പണം അടയ്ക്കണം. തുടർന്ന് നരേന് വേണ്ടി ഒരു വിവാഹാലോചന കൊണ്ടുവരികയാണ് മുത്തശ്ശനും മുത്തശ്ശിയും. പെൺകുട്ടിയും വീട്ടുകാരും വയ്യാതിരിക്കുന്ന മുത്തശ്ശിയെ കാണാനായി അവിടേക്ക് വരുന്നു. ഗായത്രി പറയുന്നു, നരേൻ ഇതാണ് പെൺകുട്ടി, പേര് ദിവ്യ, മെഡിസിന് പഠിക്കുക. എല്ലാവരും നരേനെ ശ്രദ്ധിക്കുകയാണ്. നരേൻ ചോദിക്കുന്നു, ദിവ്യയോട് എനിക്കൊന്ന് സംസാരിക്കാമോ? പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു, അതിനെന്താ, കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, നിങ്ങൾ സംസാരിക്കുക, വാ മോളെ എന്ന് പറഞ്ഞ് ഗായത്രി ദിവ്യയെ വിളിക്കുമ്പോൾ നരേൻ പറയണ്, ചെറിയ മേരിക്ക് ഞാൻ ദിവ്യയോട് തനിച്ച് സംസാരിച്ചോളാം. അങ്ങനെ നരേൻ ദിവ്യയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ്. മുത്തച്ഛനും മുത്തശ്ശിയും ശിവരാജനും ഗായത്രിയും എല്ലാം സംശയത്തോടു കൂടി ഇരിക്കുന്നു. തുടർന്ന് നരേൻ ചോദിക്കുന്നു, ദിവ്യ മെഡിസിന് പഠിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ദിവ്യ പറയണ, അതെ, MBBS ഫൈനൽ ഇയർ. ഹയർ സ്റ്റഡീസ് ഒന്നും ചെയ്യണ്ടേന്ന് നരേൻ ചോദിക്കുമ്പോൾ ദിവ്യ പറയണ, പഠിക്കണം. അപ്പൊ നരേൻ ചോദിക്കുന്നു, പിന്നെന്താ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നേ? വീട്ടില് കല്യാണത്തിന് നിർബന്ധിക്കുന്നുണ്ടായിരിക്കും അല്ലേ, അവർക്ക് വേണ്ടിയാ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചിട്ട് എങ്ങനെയാ ഹയർ സ്റ്റഡീസിന് പോവുക? മെഡിസിന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടേ, ഒത്തിരി പഠിക്കാനില്ലേ? ദിവ്യ, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമൊന്നുമല്ല, ദിവ്യക്കും വലിയ താല്പര്യമുള്ളതായി തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, കോൺട്രാക്ട് മാരേജ്, മനസ്സിലായില്ലേ? എഗ്രിമെന്റ് ഒക്കെ എഴുതി ഒപ്പിടിച്ച് കല്യാണം കഴിക്കാറില്ലേ, അങ്ങനെ കല്യാണം കഴിച്ചാലോ? എഴുതിയിട്ട് ദേഷ്യത്തോടു കൂടി ദിവ്യ ചോദിക്കുന്നു, എഗ്രിമെന്റോ? എന്റെ വീട്ടിൽ അതിന് സമ്മതിക്കില്ല. അപ്പൊ നരേൻ പറയണ, വീട്ടിലൊന്നും പറയണമെന്നില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ദിവ്യക്കും കല്യാണത്തിനൊന്നും വലിയ താല്പര്യമില്ല എന്ന് മനസ്സിലായി.
ഇപ്പം വീട്ടുകാരും അറിയാതെ നമുക്കൊരു എഗ്രിമെന്റ് എഴുതി ഒപ്പിടാം. ആ എഗ്രിമെന്റ് 1 വർഷത്തേക്ക് വാലിഡ് ആയിരിക്കും. നമുക്ക് വീട്ടിൽ പറഞ്ഞതുപോലെ തന്നെ കല്യാണം കഴിക്കാം. പക്ഷെ 1 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. പിന്നൊരു കാര്യം, ദിവ്യക്ക് പോകുമ്പോൾ പണമോ അല്ലാതെ മറ്റെന്തെങ്കിലും സെറ്റിൽമെന്റോ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി നരേനെ ഒന്ന് നോക്കിയിട്ട് അമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി പോവുകയാണ് ദിവ്യ. എന്തുപറ്റി, എന്തിനാ കരയുന്നതെന്ന് ദിവ്യയുടെ അമ്മ ചോദിക്കുമ്പോൾ പൊട്ടിക്കരങ്ങിയ ദിവ്യ അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. നരേൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദിവ്യ അമ്മയുടെ ചെവിയിൽ പറയുന്നു. തുടർന്ന് ദേഷ്യത്തോടു കൂടി ദിവ്യയും കൂടി അവിടെ നിന്ന് പോവുകയാണ് വീട്ടുകാർ. ആ പെണ്ണിനോട് നീ എന്താ പറഞ്ഞെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഗായത്രിയും എല്ലാം ചോദിക്കുന്നുവെങ്കിലും നരേൻ സത്യം പറയാൻ തയ്യാറാകുന്നില്ല. മുത്തശ്ശി പറയുന്നു, നീ വെറുതെ പറഞ്ഞതാ കല്യാണം കഴിക്കാമെന്ന്, ഇങ്ങനെ ഡെയിലി എനിക്ക് ടെൻഷൻ കൂട്ടി തരത്തേ ഉള്ളൂ. അങ്ങനെ മുത്തശ്ശി തളർന്ന് അവിടേക്ക് ഇരിക്കുമ്പോൾ മുത്തശ്ശി എന്ന് വിളിച്ച് അരികിലെ കൂടി ചെന്ന് ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് നരേൻ. നീ എന്താണ് അവളോട് സംസാരിച്ചതെന്ന് ഗായത്രി ചോദിക്കുമ്പോൾ നരേൻ പറയണേ, ഞാൻ സാധാരണ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചുള്ളൂ, ആ പെണ്ണ് ഓടിപ്പോയി, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ഗായത്രി പറയണേ, നമുക്ക് വേറൊരു പെണ്ണിനെ കണ്ടുപിടിക്കാം, നീ എന്ത് സംസാരിക്കുന്നെങ്കിലും കല്യാണത്തിന് ശേഷം സംസാരിച്ചാൽ മതി ആ കുട്ടിയോട്. തുടർന്ന് നീളയുടെ ഓപ്പറേഷനുള്ള പണം എത്രയും പെട്ടെന്ന് അടക്കണമെന്ന് പറഞ്ഞ് കാവേരിയോട് കാരണം അന്വേഷിക്കുകയാണ് ഡോക്ടർ. കണ്ടു തുടങ്ങിയ കാവേരി പറയുന്നു, എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ ഡോക്ടർ. അപ്പൊ ഡോക്ടർ പറയുകയാണ്, കുട്ടിയുടെ അനിയത്തിയുടെ അവസ്ഥ സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തുന്നോ അത്രയും പെട്ടെന്ന് ആ കുട്ടി രക്ഷപ്പെടും. കാവേരി പറയണ, ഡോക്ടർ എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യുമോ, ഞാൻ എങ്ങനെയെങ്കിലും പണം അടയ്ക്കാം. അപ്പൊ ഡോക്ടർ പറയണ, ദേ നോക്ക്, ഞാൻ തനിച്ച് ചെയ്യുന്ന ഓപ്പറേഷൻ അല്ല ഇത്, ഡോക്ടർമാരുടെ ഒരു ടീം ഉണ്ടായിരിക്കും, അതിനുള്ള അറേഞ്ച്മെന്റ്സിന് തന്നെ 1 ദിവസം വേണ്ടി വരും. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിട്ട് അറിയിക്കുക, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാം, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തും. അപ്പൊ കാവേരി പറയണ, ഡോക്ടർ എവിടെ ചെന്നാലും ഓപ്പറേഷൻ നടത്താൻ പണം വേണമല്ലോ. അപ്പൊ ഡോക്ടർ പറയണ, ചുമ്മാതെ ഇവിടെ റൂമിൽ താമസിപ്പിക്കാൻ പറ്റില്ല, ഇതൊരു ഹോട്ടലല്ല ഹോസ്പിറ്റലാ, എത്രയും പെട്ടെന്ന് ഓപ്പറേഷനുള്ള വഴി കാണും, ഇല്ലെങ്കിൽ വീട്ടിലേക്കോ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ കൂട്ടിക്കൊണ്ടു പോകാം. ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തുന്നതാണ് അവളുടെ ഹെൽത്തിന് നല്ലത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതെല്ലാം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയ കാവേരി പൊട്ടി കരയുകയാണ്. തുടർന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഗായത്രിയും പിണക്കത്തോടുകൂടി ഇരിക്കുമ്പോൾ നരേൻ ചോദിക്കുന്നു, ചെറിയമ്മേ ഡോക്ടറെ കണ്ടിട്ട് എന്തു പറഞ്ഞു? അപ്പൊ ഗായത്രി പറയണ, സ്ട്രെസ് ഇല്ലാതെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മുത്തശ്ശൻ പറയണ, അതിനിവിടെ ഒരു കുറവില്ലല്ലോ, പെണ്ണിന്റെ വീട്ടുകാര് പെണ്ണിനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ലേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തില്ലേ, ഇവൻ ആ പെണ്ണിനോട് എന്താ സംസാരിച്ചെന്ന് ആർക്കും അറിയില്ല, പോയവര് തന്നെ ഫോൺ പോലും എടുക്കുന്നില്ല, ഇങ്ങനെ പോയാൽ നിന്റെ മുത്തശ്ശി ജീവനോടെ കാണില്ല. എന്താ മുത്തശ്ശി ഇതെന്ന് ചോദിച്ച് ദേഷ്യത്തോടുകൂടി നരേൻ പുറത്തേക്ക് പോവുകയാണ്. ഗായത്രി പറയണ, അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആകല്ലേ, ഇനി അടുത്തത് അച്ഛൻ എന്തെങ്കിലും പറ്റും. തുടർന്ന് ടെൻഷനോടുകൂടി ഇരിക്കുന്ന നരേന്റെ അരികിലേക്ക് വന്ന ശിവരാജൻ ചോദിക്കുന്നു, നരേൻ ഇന്ന് വന്ന പെണ്ണിനോട് നീ അപമര്യാദയെ പെരുമാറിയോ? നരേൻ ദേഷ്യത്തോടുകൂടി ശിവരാജനെ നോക്കുമ്പോൾ ശിവരാജൻ പറയുകയാണ്, തനിച്ച് കൂട്ടിക്കൊണ്ടുപോയി നീ എന്താ സംസാരിച്ചത്? ആ പെണ്ണ് പേടിച്ചാണല്ലോ ഇവിടുന്ന് പോയെ, അങ്ങനെ ആ കുട്ടി ഇവിടുന്ന് ഓടിപ്പോകാൻ എന്താ ഉണ്ടായത്? നിനക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, ആരും നിന്നെ മനസ്സിലാക്കുന്നുമില്ല, ഞാൻ പറയുന്നത് കേക്ക്, ബിസിനസ് കാര്യമാണെന്ന് പറഞ്ഞ് പുറത്ത് എവിടേക്കെങ്കിലും പോന്നി, മുത്തശ്ശിയെ ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ഗായത്രി ചോദിക്കുന്നു, അപ്പൊ ബിസിനസ്സോ? ശിവരാജൻ ചോദിക്കുന്നു, ബിസിനസ് ഞാൻ നോക്കില്ലേ? ഗായത്രി പറയുന്നു, ഇത് നമ്മുടെ ബിസിനസ് അല്ല, നരേന്റെ ബിസിനസ് ആണ്, നരേന്റെ നമ്മുടെ തന്നെ അല്ലേന്ന് ശിവരാജൻ പറയുമ്പോൾ നരേൻ പറയുകയാണ്, ചെറിയച്ച ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ശിവരാജൻ ചോദിക്കുന്നു, അപ്പൊ ഈ കല്യാണ നാടകം ഡെയിലി കാണണോ ഞാൻ? നരേൻ പറയുന്നു, ചെറിയച്ച പ്ലീസ്, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. അപ്പൊ ശിവരാജൻ പറയുകയാണ്, നിന്റെ തലവേദനയ്ക്ക് സൊല്യൂഷൻ പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ. അങ്ങനെ ശിവരാജൻ അവിടെ നിന്ന് പോകുമ്പോൾ നരേൻ ചോദിക്കണ, ചെറിയമ്മേ മുത്തശ്ശിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്യായിക വരുന്നുണ്ടല്ലോ, എനിക്ക് പേടി തോന്നുവാ. അപ്പൊ ഗായത്രി പറയണ, മുത്തശ്ശിയുടെ വയ്യായികയെല്ലാം മാറ്റാനുള്ള മരുന്ന് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ, നീ വിചാരിച്ചാൽ അവര് സന്തോഷമായിട്ട് ജീവിക്കും. ശരി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇപ്പൊ വന്ന പെണ്ണിനോട് നീ എന്താ സംസാരിച്ചെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ മറ്റൊരു വിവാഹാലോചന കൊണ്ടുവരാം, നീ ഒരു തവണ ഞങ്ങളുടെ കൂടെ വന്ന് ആ പെണ്ണിനെ ഒന്ന് കണ്ടാ മതി, നീ ഒന്നും സംസാരിക്കണ്ട, നമുക്ക് പോയി കാണാം, അതിനുശേഷം ഒരു തീരുമാനം എടുക്കാം. അപ്പൊ നരേൻ പറയണ, ഇതിനെല്ലാം ഞാൻ ശരിയെന്ന് പറയുന്നത് മുത്തശ്ശിയുടെ ഹെൽത്തിനെ കുറിച്ച് ആലോചിച്ച, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, അത് ഒരു പെണ്ണ് എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ചെറിയമ്മേ. അപ്പൊ ഗായത്രി പറയുന്നു, ദേ നോക്ക്, നീ പഴയതൊന്നും മറന്നിട്ടില്ല, അതാ നിന്റെ പ്രശ്നം. ഇല്ല ചെറിയമ്മേ, അതെല്ലാം ഞാൻ മറന്നു എന്ന് നരേൻ പറയുമ്പോൾ ഗായത്രി ചോദിക്കണ്ട, പിന്നെ നീ എന്താ ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വരുന്നതിന് സമ്മതിക്കാത്തത്? അപ്പൊ നരേൻ പറയണ, നടന്നതെല്ലാം ഞാൻ മറന്നു, പക്ഷെ ആ അനുഭവങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല, എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല ചെറിയമ്മേ. അപ്പൊ ഗായത്രി പറയണ, അങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റില്ല മോനെ, കല്യാണം കഴിച്ചേ പറ്റൂ. ദേ നോക്ക്, വിഷമം സഹിക്കാനാകാതെ മുത്തശ്ശനും മുത്തശ്ശിയും ഒരു ദിവസം നമ്മളെ വിട്ടുപോയാൽ നമുക്കത് താങ്ങാൻ പറ്റില്ല. ദേഷ്യത്തോടുകൂടി നരേൻ പറയുന്നു, ചെറിയമ്മേ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് വിരട്ടാതെ, അതൊക്കെ ആലോചിക്കാൻ കൂടി എനിക്ക് പേടിയാ. അപ്പൊ ഗായത്രി പറയണ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്, നീ ഒരു കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാകും, ഞാൻ പറയാമെന്ന് നരേൻ പറയുമ്പോൾ ഗായത്രി പറയണ, കല്യാണം കഴിക്കാമെന്ന് നീ അല്ലേ പ്രോമിസ് ചെയ്ത്, പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ നരേൻ പറയണ, ഇങ്ങനെ തന്നെ എല്ലാവരും സംസാരിച്ചോ, നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കില്ല, ഒടുവിൽ എനിക്കായിരിക്കും എന്തെങ്കിലും സംഭവിക്കുക. അങ്ങനെ ദേഷ്യത്തോടുകൂടി നരേൻ അവിടെ നിന്ന് പോവുകയാണ്. പുറത്തേക്ക് വന്നിരുന്ന നരേൻ കേൾക്കുകയാണ് തയ്യൽ മിഷന്റെ ശബ്ദം. ഔട്ട് ഹൗസിന് പുറത്തിരുന്ന് തയ്ക്കുകയാണ് വിനീത്. തയ്യൽ മിഷന്റെ ശബ്ദം സഹിക്കാനാകാതെ കാര്യത്തോടെ
വിനീതിന്റെ അരികിലേക്ക് വന്ന നരേൻ ചോദിക്കുന്നു, എന്തൊരു ശബ്ദമായത്? വീട്ടിലെ മനുഷ്യൻ സമാധാനത്തോടു കൂടി ഇരിക്കണ്ടേ, എന്തിനെങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? അപ്പൊ വിനീത് പറയണ, തുണി ഒരുപാട് തയ്ക്കാനുണ്ട് അതാ. നരേൻ ചോദിക്കുന്നു, അതുകൊണ്ട് അതിന് നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഇത് തയ്യക്കടയൊന്നും അല്ല, വീടാ. ഇതിന്റെ മുന്നിലാണോ തയ്യക്കട ഇട്ടിരിക്കുന്നത്? അപ്പൊ വിനീത് പറയണ, കട എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഒരുപാട് വാടകയാ ചോദിക്കുന്നത്. ഇത് കേട്ട് നരേൻ പറയണ, അപ്പം വാടകയ്ക്ക് വീടെടുത്ത് ഒപ്പം തയ്യക്കടയാക്കി. ഇതുകൊണ്ട് ആർക്കും വീട് കൊടുക്കണ്ടെന്ന് പറഞ്ഞത് അതാരും കേൾക്കില്ലല്ലോ. നോക്ക്, ഇത് ലാസ്റ്റാ, എല്ലാം എടുത്തോണ്ട് ഇവിടുന്ന് പൊയ്ക്കോണം. അങ്ങനെ അവിടെ ഇരിക്കുന്ന തുണിയൊക്കെ വലിച്ചെറിയാണ് നരേൻ. അപ്പൊ വിനീത് പറയണ, ബ്രദർ പെട്ടെന്ന് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ നരേൻ ചോദിക്കണ, എങ്ങനെയെന്ന് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ പൊയ്ക്കോണം. വീട് വാടകയ്ക്ക് വന്നപ്പോൾ കട നടത്തുകയാണോ? അപ്പൊ വിനീത് പറയണ, ബ്രദർ കട കിട്ടുന്നത് വരെ വീട്ടിലിരുന്ന് തയ്ക്കാന്ന് വിചാരിച്ചു. ഇത് കേട്ട് നരേൻ ചോദിക്കണ, അതുവരെ ഞാൻ ഈ ശബ്ദം കേട്ടോണ്ടിരിക്കണോ? നിനക്ക് നാളെ വരെ സമയം തരാം, എല്ലാം എടുത്തോണ്ട് ഇവിടുന്ന് പൊയ്ക്കോണം. അപ്പൊ വിനീത് പറയണ, ബ്രദർ വീട്ടിൽ ഞാൻ മാത്രമല്ല എല്ലാവരും ഉണ്ട്, ഒരാഴ്ച സമയം വേണം. നില ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, ഇപ്പൊ പെട്ടെന്ന് വീട് മാറണോന്ന് പറഞ്ഞ. ഇത് കേട്ട് നരേൻ പറയണ, നിന്റെ കഥ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല, പറഞ്ഞത് ചെയ്യ്, പോകാൻ പറഞ്ഞാൽ പോകണം. നാളെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആരും കാണാൻ പാടില്ല. അപ്പൊ വിനീത് പറയണ, ബ്രദർ പ്ലീസ് വീട്ടിൽ നിന്നും മാറണമെന്ന് മാത്രം പറയരുത്. ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥയില് പെട്ടെന്ന് വീട് മാറാൻ പറ്റില്ല. വിരൽ ചൂണ്ടി നരേൻ പറയണ, എത്ര എണ്ണോ നീ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്, മിണ്ടരുത്. അങ്ങനെ കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോണെന്ന് പറഞ്ഞ് താക്കീത് കൊടുത്ത് നരേൻ അവിടെ നിന്ന് പോവുകയാണ്. വിനീത് ടെൻഷനോടുകൂടി തറയിൽ കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന കാവേരിയും വിനീതിനെ സഹായിക്കുന്നു. കാവേരി കാര്യം അന്വേഷിക്കുമ്പോൾ നരേൻ വീട് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ കാര്യം പറയുകയാണ്. കട കിട്ടുന്നത് വരെ വീട്ടിൽ വെച്ച് തയ്ക്കാന്ന് വിചാരിച്ചു. ഫാദർ ഓർഡർ തന്ന തുണിയെല്ലാം ഉടനെ വേണമെന്ന് പറഞ്ഞു. ഞാൻ തയ്ക്കുന്നത് വലിയ ബഹളമാണെന്ന് പറഞ്ഞ് വീട് ഒഴിയണമെന്ന് പറഞ്ഞിട്ട് പോയി ആ മുത്തശ്ശന്റെ കൊച്ചുമകൻ. സോറി കാവേരി, ഞാൻ കാരണം എല്ലാ പ്രശ്നവും, ഞാൻ കാരണം പണവും നഷ്ടപ്പെട്ടു. ഇപ്പൊ വീട് ഒഴിയേണ്ടതായും വന്നിരിക്കുന്നു. അപ്പൊ കാവേരി പറയണം, വിനീതേട്ടനൊന്ന് മിണ്ടാതിരിക്കുക, ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ ഉടനെ ഒഴിഞ്ഞു പോകാൻ പറ്റുമോ? ഞാൻ സംസാരിച്ചു നോക്കട്ടെ. അപ്പൊ വിനീത് പറയണ, അല്ല കാവേരി, അയാള് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടാ പോയത്, ഈ വീടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ കാവേരി പറയണ, റോഡ് ഇരിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിച്ചു നോക്കാം. വിനീതേട്ട ആദ്യം ഇതെല്ലാം എടുത്തു വെച്ച് തയ്ക്കാൻ നോക്ക്. അങ്ങനെ കാവേരി ആ ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്